വെള്ള കളറിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് സെന്റർ ബോർഡ് വലതു ഭാഗത്തായി അണിനിരക്കുന്നത്. കാണികൾ ആ ടേപ്പിന്റെ പുറത്തായി നിൽക്കണം. ഇരുഭാഗങ്ങളിൽ നിൽക്കുന്ന കാണികൾ സദ്യക്ക് ടേപ്പിന്റെ പുറത്ത് നിൽക്കണം. ഇതൊരു സൗഹൃദ മത്സരമാണ്. മെയ് 8 മുതൽ 12 വരെ പയ്യന്നൂരിനെ കായികമേളയുടെ ആവേശത്തിൽ ആറാടിക്കാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ പ്രചരണാർത്ഥമാണ് ആവേശകരമായ സൗഹൃദ കമ്പവലി മത്സരം നടക്കുന്നത്. മൂന്നാമത് മത്സരത്തിനായി തയ്യാറെടുക്കണം. അടുത്ത മത്സരത്തിനായി കേരള പോലീസ് പയ്യന്നൂർ, KSTA പയ്യന്നൂർ അധ്യാപകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടും. അടുത്ത മത്സരത്തിൽ KSTA പയ്യന്നൂർ, കേരള പോലീസ് പയ്യന്നൂർ ടീമുകൾ തയ്യാറെടുക്കുക. ഇരുഭാഗത്തുമായി മത്സരത്തിനായി തയ്യാറെടുത്ത് നിൽക്കുക. Ready, teams ready. Two side. Teams ready. കാണികൾ ആവേശം വരുമ്പോൾ ടേബിളിനുള്ളിലേക്ക് വരരുത്. ദയവ് ചെയ്ത് പുറത്തേക്ക് പോകണം. ഇത് രണ്ടാമത് മത്സരത്തിന്റെ ആദ്യ സെറ്റ് പോരാട്ടത്തിനായി വിസിൽ മുഴങ്ങുമ്പോൾ ആവേശത്തോടെ ആഞ്ഞുപിടിക്കാൻ വേണ്ടി ഇഞ്ചോടിഞ്ച് പോരടിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയെങ്കിലും KCB അനായാസം മത്സരം സ്വന്തമാക്കുന്നു. രണ്ടാം സെറ്റ് ഞങ്ങൾ തിരിച്ചെടുക്കുമെന്ന് നമ്മുടെ ബാർ അസോസിയേഷന്റെ പ്രവർത്തകർ അറിയിക്കുന്നുണ്ട്. KCBയുടെ താരങ്ങൾ രണ്ടാം സെറ്റ് സ്വന്തമാക്കി സെമി ഫൈനൽ ബർത്ത് നേടുന്നു എന്ന് കണ്ടറിയാം. അടുത്ത മത്സരത്തിനായി തയ്യാറെടുക്കുന്നത് കേരള പോലീസും KSTA പയ്യന്നൂരുമാണ്. കേരള പോലീസും KSTA പയ്യന്നൂരും. തുടർന്ന് ആദ്യ സെമി ഫൈനൽ മത്സരം നടക്കും. KCU പയ്യന്നൂരും ചുമട്ട് തൊഴിലാളി യൂണിയൻ പയ്യന്നൂരും ആദ്യ സെമി ഫൈനൽ മത്സരം നടക്കും. അടുത്ത മത്സരത്തിനായി കേരള പോലീസും KSTA പയ്യന്നൂരും തയ്യാറെടുക്കുക. കോച്ച് ഒരു ടീമിന് ഒരു കോച്ച് മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾ പുറത്തു നിൽക്കണം. ദയവ് ചെയ്ത് ടേപ്പിന്റെ പുറത്ത് നിൽക്കണമെന്ന് അറിയിക്കുന്നു. ടീംസ് റെഡി ടു സൈഡ്. രണ്ടാമത് മത്സരത്തിന് രണ്ടാം സെറ്റ് പോരാട്ടത്തിനായി വിസിൽ മുഴങ്ങുമ്പോൾ ആദ്യ സെറ്റ് സ്വന്തമാക്കിയതുപോലെ അനായാസം സ്വന്തമാക്കാൻ സാധിക്കില്ലെന്ന് KCB പയ്യന്നൂരിനറിയാം. ഇത് മറുഭാഗത്ത് താങ്ങി വലിക്കുകയാണ് ബാർ അസോസിയേഷന്റെ കരുതരായ പടയാളികൾ. 14 കായിക താരങ്ങൾ കമ്പയിൽ കമ്പനം തീർക്കുന്ന ആവേശകരമായ മത്സരമാണ് ഈശ്വരനായി സ്ക്വയർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആവേശത്തോടെ ആഞ്ഞു വലിച്ച് ആദ്യ 2 സെറ്റും സ്വന്തമാക്കി സെമി ഫൈനൽ ബർത്ത് നേടുന്നു KCB പയ്യന്നൂർ. അടുത്ത മത്സരത്തിനായി കേരള പോലീസ് പയ്യന്നൂർ, KSTA പയ്യന്നൂർ റിപ്പോർട്ട് ചെയ്യുക. കേരള പോലീസ് പയ്യന്നൂർ, KSTA പയ്യന്നൂർ റിപ്പോർട്ട് ചെയ്യുക. ബെസ്റ്റ് ഓഫ് 3 പോരാട്ടം കാണാനുള്ള ഭാഗ്യം ഈ മത്സരത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കാം. കേരള പോലീസ് പയ്യന്നൂർ, KSTA പയ്യന്നൂർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷമുള്ള ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ KCU പയ്യന്നൂർ ചുമട്ട് തൊഴിലാളി യൂണിയൻ പയ്യന്നൂരുമായി ഏറ്റുമുട്ടും. മത്സരം കഴിഞ്ഞവർ ലഘുഭക്ഷണം സ്റ്റേജിന് സമീപത്തായി ലഘുഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. സംഘാടകർ ലഘുഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കായിക താരങ്ങളും ലഘുഭക്ഷണം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. സെന്റർപന വലതുഭാഗത്ത് അണിനിരക്കുകയാണ് അധ്യാപകരുടെ KSTA. സെന്റർപന വലതുഭാഗത്ത് പേനയും പുസ്തകമെല്ലാം ഞങ്ങൾക്ക് കമ്പയും വഴങ്ങുമെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് വലതുഭാഗത്ത് അണിനിരക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന് നിറവെളിച്ചം പകർന്ന അധ്യാപകരാണ് ഒരു ഭാഗത്ത് അണിനിരക്കുന്ന. മറുഭാഗത്ത് അധ്യാപകരെ നേരിടാൻ പോലീസിനെ ഇറക്കുകയാണ്. മറുഭാഗത്ത് കേരള പോലീസിന്റെ ചുണകുടമാർ ഒരു ഭാഗത്തായി അണിനിരക്കാൻ അവരെ ക്ഷണിക്കുകയാണ്. കേരള പോലീസ് ടീം തയ്യാറെടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കട്ടെ. കായിക പ്രേമികളെ, കനലെറിയുന്ന കാലത്തിന്റെ കെട്ടനീതികൾക്കെതിരെ പേശീബലത്തിന്റെ കരുത്തുകൊണ്ട് കളിക്കളത്തിൽ കണക്കുതീർത്തതിന്റെ ഉശിര ചരിത്രമാണ് കായിക വിനോദങ്ങൾക്ക്. വർണ്ണവെറിയുടെ ചളിക്കൊണ്ടിൽ നിന്നും വിശ്വവിജയത്തിന്റെ പതാക പാറിക്കാനും അധിനിവേശത്തിന്റെ തെറ്റുകുറ്റങ്ങൾക്ക് മുന്നിൽ അജയ്യതയുടെ കൊടിക്കൂറ നാട്ടാനും സാധാരണക്കാരന് പിൻബലമായത് കായിക വിനോദങ്ങളാണ്. അത്തരത്തിൽ
ലോകത്തെമ്പാടുമുള്ള ആളുകൾ ആസ്വദിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു കായിക മാമാങ്കമാണ് വോളി. അഖിലേന്ത്യാ വോളിയുടെ ആവേശം നിറയുന്ന പയ്യന്നൂരിൽ ഇത് ആവേശകരമായ വടംവലി സൗഹൃദ മത്സരം നടക്കുന്നു. നിറഞ്ഞ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. ഇത് കേരള പോലീസിന്റെ 7 കായിക താരങ്ങൾ സെന്റർ ഇടതു ഭാഗത്തായി വിവിധ വർണ്ണത്തിലുള്ള ജേഴ്സി അണിഞ്ഞുകൊണ്ട് അണിനിരക്കുകയാണ്. പോലീസും അധ്യാപകരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്, കൊണ്ടുപോക്കുകയാണ് ഈ ഷെണായി സ്ക്വയറിൽ ആവേശകരമായ മത്സരത്തിൽ. ഇത് ബെസ്റ്റ് ഓഫ് 3 പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത മത്സരത്തിനായി KCU പയ്യന്നൂർ ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ തയ്യാറെടുക്കുക. KCU പയ്യന്നൂർ ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ തയ്യാറെടുക്കുക. കമ്പവലി മത്സരത്തിന് ശേഷം കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ വടക്കൻ അവതരിപ്പിക്കുന്ന പ്രതിരോധത്തിന്റെ പാട്ടുകൾ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. എല്ലാവരും പാട്ടുകൾ ആസ്വദിക്കാൻ എത്തിച്ചേരണമെന്ന് പ്രത്യേകം അറിയിക്കട്ടെ. ഒന്ന് കോർട്ടിന്റെ പുറത്ത് കാണികൾ ദയവ് ചെയ്ത് ആ ടാപ്പ് വെച്ചതിന്റെ പുറകിലായി നിൽക്കണം. ടാപ്പിന്റെ പുറത്തായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുക. നിങ്ങളുടെ കാലിന്റെ അടിയിൽ ടാപ്പ് പോകുന്നുണ്ട്, അതിന്റെ പുറത്തായി നിൽക്കണം. Teams ready to side. Kerala Police, KSTA. മത്സരത്തിന്റെ വിസിൽ മുഴങ്ങുമ്പോൾ ആവേശത്തോടെ അധ്യാപകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സുന്ദരമായ കാഴ്ചയാണ്. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവന്റെ പോരാട്ട ഭൂമിയാണ് വടംവലി കോർട്ട്. ആദ്യ സെറ്റ് സ്വന്തമാക്കുന്നു കേരള പോലീസ്. കേരള പോലീസ് നേരത്തെ തന്നെ തയ്യാറെടുത്തതിന്റെ നല്ലൊരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായി മത്സരത്തിന്റെ സമസ്ത സൗന്ദര്യവും കാണികൾക്ക് സമ്മാനിച്ചുകൊണ്ട് കേരള പോലീസ് മറുഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ്. രണ്ടാം സെറ്റിലൂടെ മത്സരം കടുപ്പിക്കാനായി അധ്യാപകർ മറുഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. പേനയും പുസ്തകവും എടുത്ത കരങ്ങളിൽ കമ്പയിൽ കമ്പനം തീർക്കാൻ ഈ സ്റ്റേഡിയത്തിൽ കടന്നു വന്ന കായിക താരങ്ങൾ KSTA പ്രിയങ്കരായ അധ്യാപകർ ഒരു ഭാഗത്ത് അണിനിരക്കുകയാണ്. രണ്ടാം സെറ്റിനായി വിസിൽ മുഴങ്ങാൻ തയ്യാറെടുക്കുന്നു. ടീമുകൾ തയ്യാറാവുക. മൂന്നാമത് മത്സരത്തിന്റെ രണ്ടാം സെറ്റ് പോരാട്ടത്തിനായി വിസിൽ മുഴങ്ങുമ്പോൾ ആദ്യ സെറ്റ് നഷ്ടപ്പെടുന്നതിന് ആവേശം തീർക്കാൻ നേരിയ ലീഡുമായി KSTA പയ്യന്നൂരിന്റെ പടയാളികൾ നേരിയ ലീഡുമായി മുന്നോട്ട് കുതിക്കുമ്പോൾ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ മനസ്സിലെന്ന് അസന്നിഗ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള പോലീസിന്റെ അഭിമാന താരങ്ങൾ രണ്ടാം സെറ്റിനായി അണിനിരക്കുമ്പോൾ മികച്ച ലീഡിലേക്ക് KSTA പോയിരുന്ന സെക്കൻഡുകൾ മാറി മറിയുന്ന കാഴ്ച. ആദ്യം നേടിയ ലീഡുകൾ പരാജയപ്പെട്ടുകൊണ്ട് രണ്ടാം സെറ്റും സ്വന്തമാക്കിക്കൊണ്ടത് കേരള പോലീസ്. മത്സരത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ KCU പയ്യന്നൂർ ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ അടുത്ത മത്സരത്തിനായി റിപ്പോർട്ട് ചെയ്യുക. ഇനി സെമി ഫൈനൽ മത്സരമാണ്. ചുരുങ്ങിയ മത്സരം കൊണ്ട് ഈ വടംവലി മത്സരം അവസാനിക്കും. സെമി ഫൈനൽ മത്സരം. ആദ്യ സെമി ഫൈനൽ മത്സരത്തിനായി KCU പയ്യന്നൂർ ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ടീമുകളെ ക്ഷണിക്കുന്നു. തങ്ങളുടെ സ്വന്തം ജേഴ്സി അണിഞ്ഞുകൊണ്ട് സെന്റർ ഇടത് ഭാഗത്ത് ചുമട്ടുതൊഴിലാളികൾ, ഈ നാടിന്റെ ചുമടെടുക്കുന്ന അഭിമാന താരങ്ങൾ. മറുഭാഗത്ത് അണിനിരക്കുന്നത് ആദ്യ മത്സരത്തിൽ പ്രസ്ഫോറം പയ്യന്നൂരിനെ അട്ടിമറിച്ച KCU പയ്യന്നൂരാണ് സെന്റർ വലത് ഭാഗത്ത് അണിനിരക്കുന്നത്. രണ്ടാമത് സെമി ഫൈനൽ മത്സരത്തിനായി കേരള പോലീസും KCU പയ്യന്നൂരും തയ്യാറെടുക്കുക. രണ്ടാമത് സെമി ഫൈനൽ മത്സരത്തിൽ കേരള പോലീസും KCB പയ്യന്നൂരും ഏറ്റുമുട്ടും. ടീമുകൾ തയ്യാറെടുക്കുക. ഇരുഭാഗത്തുമായി നിലയുറപ്പിക്കുക.
Teams ready? ഇതാ മത്സരം, ഇത് കനത്തൊരു മത്സരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യ മത്സരത്തിൽ എതിരാളികൾ വലിച്ചെടുക്കുകയും ചെയ്യും. മറുഭാഗത്ത് ഇതാ ചുമട്ട് തൊഴിലാളികൾ ചുമട്ടെടുക്കുന്നത് വെറുതെയല്ല എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ചുമട്ട് തൊഴിലാളികൾ അനിയ 2 മിനിറ്റ് അങ്ങോട്ട് നിർത്തുക. ഇത് കഴിയും. ചുമട്ട് തൊഴിലാളികൾ ആദ്യ സെറ്റ് സ്വന്തമാക്കുന്നു. രണ്ടാമത് സെറ്റിനായി തയ്യാറെടുക്കുന്നു. സെന്റർ ഇടതു ഭാഗത്തായി തനതായ ജേഴ്സി അണിഞ്ഞുകൊണ്ട് മറുഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് ചുമട്ട് തൊഴിലാളി പയ്യന്നൂരിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ. ആദ്യ മത്സരത്തിൽ പ്രസ് ഫോറത്തിനെ അട്ടിമറിച്ചവരാണ് KCE പയ്യന്നൂർ. ആ കരുതി മത്സരത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ആദ്യ സെമിയുടെ രണ്ടാം സെറ്റ് പോരാട്ടത്തിനായി തയ്യാറെടുക്കുന്നു. Ready? ആദ്യ സെമിയുടെ രണ്ടാം സെറ്റ് പോരാട്ടത്തിനായി വിശ്രമമെടുക്കുമ്പോൾ കടുത്ത മത്സരം തന്നെയാണ്. ആദ്യ സെറ്റ് സ്വന്തമാക്കിയതുപോലെ എതിരാളികളെ എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന് ചുമട്ട് തൊഴിലാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്. മറുഭാഗത്ത് KCE പയ്യന്നൂർ ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് വിട്ടുകൊടുക്കാൻ മനസ്സില്ലെന്ന് ആസന്നിഗ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നേരിയ ലീഡ് സ്വന്തമാക്കാൻ ശ്രമിച്ചുവെങ്കിലും മത്സരം ചുമട്ട് തൊഴിലാളി യൂണിയൻ സ്വന്തമാക്കുന്നു. ഫൈനൽ ബർത്ത് നേടുന്നു ചുമട്ട് തൊഴിലാളി യൂണിയൻ. അടുത്ത മത്സരത്തിനായി കേരള പോലീസും KSCB പയ്യന്നൂരും സർക്കാർ സർവീസിലുള്ള 2 ടീമുകൾ ഏറ്റുമുട്ടുകയാണ്. കേരള പോലീസും KSCB പയ്യന്നൂരും ഏറ്റുമുട്ടുകയാണ്. നമ്മുടെ നിയമപാലകരും നമുക്ക് വെളിച്ചം തരുന്നവരും ഏറ്റുമുട്ടുന്നു ഈ ഷെനായ് സ്ക്വയറിൽ. നോക്കാം, സുന്ദരമായ വടംവലി മത്സരത്തിന്റെ രണ്ടാമത് സെമി ഫൈനൽ മത്സരം. ആരാണ് രണ്ടാം ഫൈനൽ ബർത്ത് നേടുക എന്നറിയാൻ ഈ മത്സരം കാണുക. അടുത്തത് ഫൈനൽ മത്സരമാണ്. ഫൈനൽ മത്സരത്തിൽ പയ്യന്നൂരിലെ ചുമട്ട് തൊഴിലാളികളുമായി ആര് ഏറ്റുമുട്ടും? അടുത്ത ഫൈനൽ മത്സരത്തിന് ശേഷം ഫൈനൽ മത്സരത്തിന് മുന്നേ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും നഗരസഭ ജീവനക്കാരും ഏറ്റുമുട്ടുന്ന ആവേശകരമായ വടംവലി മത്സരം. നഗരസഭാ കൗൺസിലർമാരും മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന മത്സരമുണ്ടാകും. ഫൈനൽ മത്സരത്തിന് തൊട്ടു മുന്നേ സൗഹൃദ മത്സരമുണ്ടാകും. ടീമുകൾ തയ്യാറെടുക്കുക, വാം ചെയ്യുക. KSCB പയ്യന്നൂരും കേരള പോലീസും തയ്യാറെടുക്കുക. നിറഞ്ഞ കയ്യടിയോടെ സ്വാഗതം ചെയ്യും. ഒരു ഭാഗത്ത് വരികയാണ് കൊല്ലക്കൊമ്പന്മാർ. ഇതാ കേരള പോലീസിന്റെ അഭിമാന താരങ്ങൾ ഒരു ഭാഗത്താണ് നിൽക്കുമ്പോൾ മറുഭാഗത്ത് KSCBയുടെ ചുടക്കുട്ടികളായ 7 കായിക താരങ്ങൾ മറുഭാഗത്താണ് നിൽക്കുകയാണ്. കാരിരുമ്പിന്റെ കരുത്ത് നിങ്ങളുടെ കരങ്ങൾക്ക് നൽകി എതിരാളികളെ വലിച്ചെടുത്ത് പരാജയപ്പെടുത്താൻ കപ്പിൽ മുത്തമിടാൻ കടന്നു വരികയാണ്. ഇരു ടീമുകളും നമ്മുടെ പ്രിയങ്കരായ നാടിന്റെ സേവനമനുഷ്ഠിക്കുന്ന 14 കായിക താരങ്ങളാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. ഇതെല്ലാം
പിന്നെ ഒരു പരാതി പറയാൻ ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ പ്രചരണാർത്ഥമാണ് സംഘാടക സമിതി സംഘടിപ്പിച്ച സൗഹൃദ മത്സരമാണ് ഈ ഷെണായ് സ്ക്വയറിൽ നടക്കുന്നത്. ഒരു ഭാഗത്ത് KSCB-യുടെ പയ്യന്നൂരിലെ താരങ്ങൾ, മറുഭാഗത്ത് പയ്യന്നൂർ കേരള പോലീസ് പയ്യന്നൂർ. കഴിഞ്ഞ മത്സരത്തിൽ എതിരാളികളെ അനായാസം പരാജയപ്പെടുത്തി സെമി ഫൈനലിൽ കടന്നു വന്നവരാണ്. കാണികളൊന്ന് ആ ടാപ്പിന് പുറത്ത് നിൽക്കണം, പ്ലീസ് ഒന്ന് പുറത്ത് ആ ടാപ്പിന് പുറത്ത് നിൽക്കണം. ഇരു ഭാഗത്തുമുള്ള കാണികൾ ദയവ് ചെയ്ത് മത്സരമായി സഹകരിക്കുക. കേവലം 2 മത്സരം കൊണ്ട് ഈ വടംവലി ടൂർണമെന്റ് അവസാനിക്കും. ഇതൊരു ആവേശം നിറഞ്ഞ പോരാട്ടമായിരിക്കുമെന്നറിയാം. ഒന്ന് കൈയടിച്ച് രണ്ടാമത് സെമി ഫൈനൽ മത്സരത്തിൽ എതിരാളികൾ അനായാസം പരാജയപ്പെടുത്തിയിറങ്ങിയ പടയാളികളാർ പയ്യന്നൂർ പോലീസ് ആദ്യ സെറ്റ് സ്വന്തമാക്കുന്നു. ഏഴും 14 കായിക താരങ്ങൾ ഒരു കമ്പക്ക് വേണ്ടി ആവേശത്തോടെ അഞ്ഞുപിടിക്കുന്ന സുന്ദരമായ മത്സരമാണ് വടംവലി. വടംവലി മത്സരത്തിന്റെ ലളിതം സുന്ദരമായ ചിത്രങ്ങളാണ് ഈ ഷെണായ് സ്ക്വയറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സൗഹാർദ്ദപൂർവ്വം നമ്മുടെ പയ്യന്നൂരിലായി ദൈനംദിന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ മേഖലയിലെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ പ്രചരണാർത്ഥം ഈ വടംവലി മത്സരം സംഘടിപ്പിച്ചത്. അതിന്റെ രണ്ടാമത് സെമി ഫൈനൽ മത്സരത്തിന്റെ 2ാം സെറ്റ് പോരാട്ടം. ഫൈനൽ മത്സരത്തിൽ പയ്യന്നൂരിലെ ചുമട്ട് തൊഴിലാളികളുമായി ആര് ഏറ്റുമുട്ടും എന്ന് കണ്ടറിയാം ഈ മത്സരത്തിന് ശേഷം. വിസിൽ മുഴങ്ങുമ്പോൾ ആദ്യ സെറ്റ് സ്വന്തമാക്കിയതുപോലെ രണ്ടാമത്തെ സെറ്റ് അനായാസം സ്വന്തമാക്കാൻ കഴിയുമെന്നറിയാം. ഇതാ തിരിച്ചുവരവിന്റെ പാതയിൽ ആദ്യത്തെ ബെസ്റ്റ് ഓഫ് 3 പോരാട്ടത്തിനായി സാക്ഷ്യം വഹിച്ചുകൊണ്ടിതാ ഈ ടൂർണമെന്റിന്റെ ചരിത്രം തിരുത്തുകയാണ്. ബെസ്റ്റ് ഓഫ് 3 പോരാട്ടം എന്നത് കണ്ടറിയാൻ 3ാമത് സെറ്റ് പോരാട്ടത്തിനായി തയ്യാറെടുക്കുകയാണ് ടീമുകളും. ഓരോ സെറ്റ് വീതം സ്വന്തമാക്കിക്കൊണ്ട് ആദ്യ സെറ്റ് പരാജയപ്പെട്ടതിന് തിരിച്ചടിച്ചുകൊണ്ട് KSCB 3ാം സെറ്റിനായി തയ്യാറെടുക്കുകയാണ്. വിട്ടുകൊടുക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപനം നടത്താൻ ഇതാ ഇരു ടീമുകളും ക്യാപ്റ്റൻ പ്ലീസ്. ഒറ്റ ടോസേ പറഞ്ഞിട്ടു, പിന്നെ ഇനി ടോസിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല. ഓക്കെ അമ്മ ഏൽപ്പിക്കും. ഏറെ ആവേശം നിറഞ്ഞ സൗഹൃദ മത്സരമാണ്. പയ്യന്നൂരിൽ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി പ്രവർത്തന രംഗത്ത് കർമ്മനിരതരായ KSCB പയ്യന്നൂരും കേരള പോലീസ് പയ്യന്നൂരുമാണ് ഏറ്റുമുട്ടുന്നത്.
ആ ടാപ്പിന് പുറത്തെ കാണികൾ ദയവ് ചെയ്ത് കളിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. ഇതാ ഒന്ന് കയ്യിൽ സ്വീകരിച്ച മത്സരത്തെ ആവേശത്തോടെ ഓരോ സെറ്റ് വീതം സ്വന്തമാക്കിക്കൊണ്ട് മൂന്നാം സെറ്റ് പോരാട്ടത്തിനായി അനായാസം സ്വന്തമാക്കുകയാണ് കേരള പോലീസ്. ഫൈനൽ ബർത്ത് നേടുന്നു. ഫൈനൽ മത്സരത്തിനായി തയ്യാറെടുക്കേണ്ടത് ഒരു സൗഹൃദ മത്സരമുണ്ട്. അതിനുശേഷം ചുമട്ടുതൊഴിലാളികളും പയ്യന്നൂരിലെ പോലീസും ഏറ്റുമുട്ടും. തയ്യാറെടുക്കുക. ഇനി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ വനിതാ ജനപ്രതിനിധികളും മഹിളാ അസോസിയേഷന്റെ പയ്യന്നൂരിലെ പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന സൗഹൃദ വനിതാ കമ്പവലി മത്സരമാണ്. ടീമുകൾ ഇരുഭാഗത്തുമായി നിലയുറപ്പിക്കുക. മത്സരം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇരു ടീമുകളും തയ്യാറെടുക്കുക. മഹിളാ അസോസിയേഷൻ ക്യാപ്റ്റൻ പ്ലീസ്. കൗൺസിലർമാരുടെ ടീം ക്യാപ്റ്റൻ നിറഞ്ഞ കയ്യടിയോടെ ചേരുക. പയ്യന്നൂരിന്റെ വികസന പ്രവർത്തനത്തിനാതെ നഗരസഭയുമായി ചേർന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വനിതാ കൗൺസിലർമാരാണ് ഒരു ഭാഗത്തേക്ക് നടന്നു വരുന്നത്. മറുഭാഗത്ത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കരുത്തരായ പടയാളികൾ മറുഭാഗത്ത് മണിനിരക്കും. Coaching list. Come on. Toss il പറഞ്ഞിട്ടി വാ. ടോസ് കിട്ടിയത്. ടോസ് അവർക്കാണ് ലഭിച്ചത്. അതുകൊണ്ട് കോഡ് ചേഞ്ച് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സെൻട്രൽ പന്റെ വലതു ഭാഗത്ത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികൾ ഒരു ഭാഗത്തും മറുഭാഗത്തും മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകരുമാണ് ഏറ്റുമുട്ടുന്നത്. കാണികൾ ദയവ് ചെയ്ത് ആ ടേപ്പിന് പുറത്ത് നിൽക്കണം. പ്ലീസ്, കാണികൾ ഒന്ന് പുറത്തിറങ്ങി നിൽക്കണം. ആ ടേപ്പിന് പുറത്തായി നിൽക്കുക. 8 മുതൽ 12 വരെ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ പ്രചരണാർത്ഥമാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഈ ഷെനായ് സ്ക്വയറിൽ ആവേശകരമായ സൗഹൃദ വടംവലി മത്സരം സംഘടിപ്പിച്ചത്. മെയ് 12 മുതൽ 18 വരെ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ പ്രചരണാർത്ഥമാണ് മത്സരം. സെൻട്രൽ പല വലതുഭാഗത്തായി അണിനിരക്കുന്ന 7 കായിക താരങ്ങൾ, വനിതാ താരങ്ങൾ ജനപ്രതിനിധികളാണ്. മുനിസിപ്പൽ കോർപ്പറേഷനിലെ ജനപ്രതിനിധികളാണ്. മറുഭാഗത്ത് മഹിളാ അസോസിയേഷന്റെ ഏരിയയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരും അണിനിരക്കുന്നു. ഒന്ന് കയ്യടി സ്വീകരിക്കണം. മത്സരം തുടങ്ങിയാൽ ഒന്ന് കയ്യടിക്കണം. ഗൗനിച്ചോ, ആവേശകരമായ മത്സരമാണ്. ഇതുവരെ കണ്ട മത്സരത്തിൽ വ്യത്യസ്തമായ വനിതാ വടംവലി മത്സരത്തിന്റെ സമസ്ത സൗകര്യവും വാരികൊണ്ട് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ നേരിയ ലീഡ് സ്വന്തമാക്കിക്കൊണ്ട് വിസിൽ മുഴങ്ങി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ കമ്പം ഇളക്കാൻ വേണ്ടി പാടുള്ളൂ. ശ്രദ്ധിക്കണമെന്ന്. ആദ്യ സെറ്റ് സ്വന്തമാക്കുന്ന മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ ആദ്യ സെറ്റ് സ്വന്തമാക്കുന്നു. ഫൈനൽ മത്സരത്തിനായി കേരള പോലീസും ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ടീമുകൾ തയ്യാറെടുക്കുക. കേരള പോലീസും ചുമട്ടുതൊഴിലാളി യൂണിയൻ പയ്യന്നൂർ തയ്യാറെടുക്കുക. അടുത്ത മത്സരം ഇന്നത്തെ ആവേശകരമായ വടംവലി പോരാട്ടത്തിന്റെ ഫൈനൽ മത്സരമാണ്. ടീമുകൾ തയ്യാറെടുക്കുക.
നിറഞ്ഞ കയ്യടിയോട് സ്വീകരിക്കാൻ മത്സരത്തിൽ രണ്ടാം സീറ്റ് അനായാസം സ്വന്തമാക്കാൻ വിട്ടുകൊടുക്കാൻ മനസ്സിലെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജനപ്രതിനിധികൾ മുന്നേറുകയാണ്. നാടിന്റെ അഭിമാന താരങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഒരുപാട് കടന്നിരിക്കുമ്പോൾ നാടിന്റെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരാണ് ഒരു ഭാഗത്ത് ആവേശത്തോടെ ആദ്യ 2 സെറ്റും സ്വന്തമാക്കിക്കൊണ്ട് മത്സരം നേടുന്നു മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ. ഇന്നത്തെ ആവേശകരമായ വടംവലി പോരാട്ടത്തിന്റെ ഫൈനൽ മത്സരത്തിനാണ് ഈ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മത്സരിച്ചിരിക്കുന്ന ലഘുഭക്ഷണമുണ്ട്. ലഘുഭക്ഷണം 2 ടീമുകളും ലഘുഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുകയാണ്. ഫൈനൽ മത്സരത്തിനൊക്കെ മുന്നേയായി ഒരു ഗാനം ആലപിക്കാൻ വേണ്ടി വടക്കൻ കണ്ണൂരിന്റെ പ്രവർത്തകർ ഒരു ഗാനം ആലപിക്കും. പങ്കെടുത്ത ടീമംഗങ്ങൾ പോകരുത്. മത്സരത്തിന് ശേഷം പ്രോത്സാഹന സമ്മാനമുണ്ടെന്ന് സംഘാടകർ അറിയിക്കുന്നു. See